ഭാവഗായകൻ പി ജയചന്ദ്രൻ അന്തരിച്ചു. ശ്രുതി താഴ്ത്തി ഭാവത്തോടെ പാടാൻ ഇനി ആ പൂങ്കുയിലില്ല. ഇന്ന് വൈകുന്നേരമായിരുന്നു 80 വയസ്സുള്ള പ്രിയ ഗായകൻ്റെ മരണം സംഭവിച്ചത്. അർബുദബാധിതനായ അദ്ദേഹം തൃശൂർ അമല ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയാണ് മരിച്ചത്. 1944 മാർച്ച് 3 സംഗീതജ്ഞനായ തൃപ്പൂണിത്തുറ രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാൻ്റെയും സുഭദ്ര കുഞ്ഞമ്മയുടെയും മൂന്നാമത്തെ മകനായി പാലിയത്ത് ചന്ദ്രക്കുട്ടൻ എന്ന പി ജയചന്ദ്രൻ എറണാകുളം ജില്ലയിലെ രവിപുരത്ത് ജനിച്ചു. പിന്നീട് കുടുംബം തൃശ്ശൂരിലെ ഇരിങ്ങാലക്കുടയിലേക്ക് താമസം മാറ്റി. കഥകളി, മൃദംഗം, ചെണ്ടവായന, പൂരം, പാഠകം, ചാക്യാർകൂത്ത് എന്നിവയോടെല്ലാം കമ്പമുണ്ടായിരുന്ന പി ജയചന്ദ്രൻ സ്കൂൾ കലോത്സവങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്നു. ലളിത സംഗീതത്തിനും മൃദംഗവാദനത്തിനും നിരവധി സമ്മാനങ്ങൾ നേടിയിരുന്നു. ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ ശബ്ദം സംഗീതലോകം ആഘോഷമാക്കുമ്പോഴായിരുന്നു ജയചന്ദ്രൻ്റെ വളർച്ച. എന്നാൽ യേശുദാസിനൊപ്പം ഭാവഗായകനെയും പ്രേക്ഷകർ നെഞ്ചിലേറ്റി. പിന്നീട് കാലത്തിന് സ്പർശിക്കാനാവാത്ത നിത്യഹരിത ശബ്ദമായി ഓരോ മലയാളിയുടെ മനസ്സിലും മധുചന്ദ്രിക പെയ്തിറങ്ങി. 1965 പുറത്തിറങ്ങിയ കുഞ്ഞാലിമരക്കാർ എന്ന ചിത്രത്തിലെ ഒരു മുല്ലപ്പൂമാലയുമായി എന്ന ഗാനത്തിലൂടെയായിരുന്നു ഭാവഗായകൻ്റെ സിനിമ അരങ്ങേറ്റം. ആ ചിത്രം പുറത്തുവരുന്നതിന് മുമ്പ് ദേവരാജൻ പി ഭാസ്കരൻ്റെ കൂട്ടുകെട്ടിൽ പിറന്ന മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്ന ഗാനം ജയചന്ദ്രനെ തേടിയെത്തി. ഈ ഗാനം മലയാള സിനിമ സംഗീത ലോകത്ത് ജയചന്ദ്രന് സ്വന്തമായി ഇരിപ്പിടം നൽകി. പിന്നീട് അനുരാഗ ഗാനം പോലെ കരിമുകിൽ കാട്ടിലെ ഓലഞ്ഞാലിക്കുരുവി, പൊടിമീശ മുളയ്ക്കണ കാലം, ശിശിരകാലമേഘമിഥുന, പൂവേ പൂവേ പാലപ്പൂവേ, പൊന്നുഷസ്സെന്നും തേരിറങ്ങും മുകിലേ, സ്വയംവര ചന്ദ്രികേ, ആലിലത്താലിയും നീയൊരു പുഴയായി, ഇതളൂർന്നു വീണ് കണ്ണിൽ കാശിത്തുമ്പകൾ, പ്രേമിക്കുമ്പോൾ നീയും ഞാനും, രാസാത്തിവുന്നെ കാണാതെ നെഞ്ച് എന്നിങ്ങനെ പ്രണയം തുളുമ്പുന്ന ഒരുപാട് ഗാനങ്ങൾ ആ ശബ്ദത്തിൽ പിറന്നു. മലയാളത്തിൽ മാത്രമല്ല തമിഴ്, കന്നഡ, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലായി 15,000-ലധികം ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. പി എ ബക്കർ സംവിധാനം ചെയ്ത നാരായണഗുരു എന്ന സിനിമയിൽ ജി ദേവരാജൻ ഈണം പകർന്ന ശിവശങ്കര സർവശരണ്യ വിഭോ എന്ന ഗാനത്തിലൂടെ മികച്ച ഗായകനുള്ള ആദ്യ ദേശീയ പുരസ്കാരം ലഭിച്ചു. മികച്ച ഗായകനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം 5 തവണ പി ജയചന്ദ്രനെ തേടിയെത്തി. തമിഴ് ചലച്ചിത്ര സംഗീതത്തിന് നൽകിയ സംഭാവനകൾക്കുള്ള അംഗീകാരമെന്ന നിലയിൽ 1997 തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി അവാർഡിന് അർഹനായി. സംഗീതത്തിന് പുറമെ സിനിമാ അഭിനയത്തിലും ജയചന്ദ്രൻ തൻ്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ഹരിഹരൻ്റെ നഗക്ഷതങ്ങൾ, ഒ രാമദാസിൻ്റെ കൃഷ്ണപ്പരുന്ത്, വി കെ പ്രകാശ് സംവിധാനം ചെയ്ത ട്രിവാൻഡ്രം ലോഡ്ജ് എന്നീ സിനിമകളിലും സംഗീത ആൽബങ്ങളിലും പി ജയചന്ദ്രൻ അഭിനയിച്ചിട്ടുണ്ട്. മഹാകലാകാരന് കണ്ണീർ പൂക്കൾ അർപ്പിക്കുന്നു. മഹാനഷ്ടമാണ് മലയാള സിനിമാ ഗാനശാഖയ്ക്ക് അദ്ദേഹത്തിൻ്റെ വിടവാങ്ങലോടെ സംഭവിച്ചിരിക്കുന്നത്. ശ്രുതി താഴ്ത്തി ഭാവത്തോടെ പാടാൻ ഇനി ആ പൂങ്കുയിലില്ല. പ്രണാമം.